ഹലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ നമ്മുടെ സംഭവം ദീപക് എന്ന ആ ഒരു പയ്യനെ കൊന്ന ആ നാറി. കാരണം അവളെ തിരക്കുള്ള ബസ്സുകളിൽ കയറി അവളെ സ്വകാര്യതകൾ തൊട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ട എല്ലാ മനുഷ്യനും മനസ്സിലാവൂടി. ആ ഒരു വീഡിയോ കണ്ട എല്ലാ മനുഷ്യനും മനസ്സിലാവുന്നൊരു കാര്യം തരും. എല്ലാ മനുഷ്യനും മനസ്സിലാവുന്നൊരു കാര്യം, നിന്നെപ്പോലത്തെ റീച്ച് കിട്ടാൻ വേണ്ടി നിന്നെപ്പോലത്തെ കുറേ നാരികളുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി ചെയ്ത ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരുണ്ടല്ലോ. നിനക്കൊക്കെ ദേശീയ കിട്ടാൻ വേണ്ടി നീ ചെയ്തപ്പോൾ ആ അച്ഛൻ്റെയും അമ്മേനും കണ്ണീരുണ്ടല്ലോ, അത് മതി നിനക്ക് ആയുസ് കാലം മുഴുവൻ. നിൻ്റെയൊക്കെ റീൽസിന് വേണ്ടി ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ആ ദീപക് എന്ന ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നിൻ്റെ റീച്ചിനോ നിൻ്റെ സാമൂഹ്യങ്ങൾ ഈ നിൻ്റെ വീഡിയോക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്ന നാരികൾക്കോ ഇതിന് കഴിയില്ല. ആ ഒരു അച്ഛനും അമ്മക്കും പകരം കൊടുക്കാൻ കഴിയില്ല. മനസ്സിലാവും? നിന്നൊക്കെ ഉണ്ടല്ലോ, എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നിന്നെപ്പോലത്തെ ആൾക്കാരാണ് ഈ സമൂഹത്തിന് നാശം. നിന്നെപ്പോലത്തെ ഈ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ നാട്ടിലോട്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് അവൾക്ക് ഈ ലോകത്തിൽ കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വിഷയം കൊടുക്കണം. കാരണം ഒരു സമൂഹത്തിൽ വീഡിയോ ചെയ്ത് അവളെ പറയുന്നുണ്ടല്ലോ, എന്ത് തൊട്ട് കൊടുക്കാൻ അവനും അങ്ങനത്തെ കഴപ്പിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ, ഞാനും കണ്ടു ആ വീഡിയോ, അതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനഃപൂർവ്വം അങ്ങോട്ട് കയറി ആകെ നല്ലതെന്ന് കണ്ട മനഃപൂർവ്വം കയറി നിന്ന് ചെയ്ത ഒരു വീഡിയോ ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ട് എല്ലാവർക്കും. മനസ്സിലായില്ലേ? നിന്നെപ്പോലത്തെ നാരികളെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു. കാരണം ഇനി ഒരു ആൾക്കും ഇങ്ങനത്തെ ഇത് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം കണ്ടപ്പോൾ അത് വളരെ വിഷമമായി. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്ന അത്താണിയാണ് ഇല്ലാണ്ടാക്കിയത്. ആ ഒരു ഇല്ലാണ്ടാക്കിയതുണ്ടല്ലോ, നിന്നോട് ആ അച്ഛൻ്റെ അമ്മേനും കണ്ണീര് മതി നിനക്ക്. ഇവരെ ഈ പോലത്തെ ആൾക്കാരെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. നിനക്ക് എന്ത് കിട്ടി? കുറച്ച് ലൈക്കോ അല്ലെങ്കിൽ കുറച്ച് കമൻറ്റോ എന്തെല്ലാം എനിക്ക് കിട്ടിയത്? അതുകൊണ്ട് എന്ത് ലാഭം എനിക്കുണ്ടേ? ആ കുടുംബത്തിനെ നഷ്ടപ്പെടാൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ആൾക്കാരോട് പറയാനുള്ളത്, ഇവരെ പോലത്തെ ആൾക്കാരെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്.